ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഹലോ ഷൈനി, 2 മാസം കഴിഞ്ഞാൽ ഷൈനി ലോൺ അടക്കില്ലേ? ഹലോ, നോബി വരാൻ എന്തെങ്കിലും നടക്കും വെച്ചാൽ നോബിയുടെ ഞാൻ വിളിച്ചു ഞാൻ കേസ് നടക്കുമല്ലോ അത് കഴിയുമ്പോൾ തരാന്നാ പറഞ്ഞത്. അപ്പൊ ഈ ഞങ്ങളുടെ കാര്യം ഘട്ടത്തിലാവൂലേ? ലോൺ ഇനി എത്ര നാളെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് അടക്കണം, ഇതിനകത്ത് അടയ്ക്കാനും പറ്റത്തില്ല, പൈസ ഒക്കെ തീർന്നില്ലേ? അന്ന് ചേച്ചി പറഞ്ഞ മറ്റേ ഇതങ്ങാണ്ട് എനിക്ക് വേണ്ടി അത് ഹോൾഡ് ചെയ്തിട്ട് ലാസ്റ്റ് എടുത്താമെന്നല്ലേ എന്ന് പറഞ്ഞേ. അപ്പൊ ഞങ്ങളത് ചോദിച്ചപ്പോ അവർ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. ഇനി എന്താ ചെയ്യാ? നിങ്ങളെ മമ്മിയോട് ചോദിച്ചിട്ട് മമ്മിക്ക് അവിടെ നിന്ന് ആവശ്യത്തിനല്ല എടുത്തേക്കണത്, ഷൈനിയുടെ അച്ഛന് വേണ്ടിയിട്ട് എടുത്തെന്ന് പറഞ്ഞു. അച്ഛനോട് ജാങ് നടക്കില്ല, അച്ഛനോട് എടുത്തു. അങ്ങനെ എടുത്തെന്നാ അവർ പറഞ്ഞത് ഞങ്ങളോട്. അവർക്ക് വേണ്ടിയിട്ടൊന്നും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്നാ ചെയ്യും? നോബി എന്ന് തന്നെ ഒരു പിടുത്തമില്ല. ഇപ്പതേക്ക് ഒരു നോട്ടീസ് തിരിച്ച് വിട്ടവര്. ഇനി അടുത്ത മാസം 14-ാം തീയതി ഒരെണ്ണം വിട്ടേക്കുന്നത്. തോമസ് ചേട്ടനെ വിളിച്ചു നോക്കി നോബീനെ, പക്ഷെ കോൾ എടുക്കുന്നില്ല. ഞാൻ വിളിച്ചായിരുന്നു, ഞാൻ ഇപ്പൊ ഇടയ്ക്ക് പിള്ളേരെ വിളിക്കാറുണ്ട്. ഞാൻ വിട്ടപ്പോൾ എന്നോട് പറഞ്ഞത് കേസ് നടക്കുമല്ലേ, അത് കഴിയുമ്പത്തേ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അതുവരെ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവൂലേ? ലോൺ ഇപ്പൊ തീരാവുന്ന രീതിയിലായിട്ടുണ്ട്. അടച്ചു തീർന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ ലോൺ കിട്ടത്തില്ല. എന്താ ചെയ്യാ? എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവസ്ഥയിലേക്ക്. ഞാനിപ്പോ മുഴുവൻ അടച്ചു കഴിയുമ്പോ അവര് പിന്നെ പറയല്ലേ, നിന്റെ അവസ്ഥ തന്നെ എടുത്തന്നല്ലേ അവര് പറയുള്ളൂ. ഞാൻ അടുത്തോട്ട് പോകുന്നില്ല പറയൂ. ഞാനിപ്പോ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവരുടെ വീട്ടിൽ പോയിരിക്കേണ്ടി വരും. പോലീസുകാരെന്നാന്ന് പറഞ്ഞു? പോലീസുകാരെന്നാ പറയുന്നത്? പോലീസുകാർ ഇപ്പൊ വക്കീലാണ് എന്നോട് പറഞ്ഞത്, നീ ഇതായിട്ട് പറയല്ല, ഇപ്പൊ നീ ഇപ്പൊ എടുത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നിന്റെ ഒട്ടാന്ന് ഇരിക്കുന്നത് എടുത്ത് കൊടുക്കാനായിട്ട്. അതിപ്പം ഇത് കേസിന്റെ ഒരു വരുമ്പോ എന്തായാലും പൈസ മേടിച്ചു തരും വക്കീല്. അന്നേരം കൊടുക്കാന്ന് പറയാൻ അവര് പറയുന്നത്. എന്ത് ചെയ്യുന്നവരൊക്കെ എല്ലാവരും വഴക്കുണ്ടാക്കിയ കുടുംബശ്രീ കടന്നുണ്ട്, പെണ്ണുങ്ങളല്ല എടുക്കാൻ പറ്റത്തില്ല, പൈസ അടയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞോണ്ട് എന്ത് ചെയ്യും നീ? ആ ശരിയല്ലേ, നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് പൈസ എടുത്ത് അടച്ചടച്ച് ഗ്രൂപ്പിൽ ലോൺ കൊടുക്കാനില്ല. ശരിയായി, അവനൊരു അവസ്ഥ വരുമ്പോഴല്ലേ അവനത് മനസ്സിലാവുള്ളൂ. നമുക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇത് ചെയ്തല്ലോ. അവനവന് ആ ഒരു അവസ്ഥ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്നാ ചെയ്യണം. ഇപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യുന്നു ഞാൻ ചോദിക്കുന്നത്. അത് എന്റെ ആവശ്യത്തിന് എന്റെ വീട്ടോട്ട് കൊണ്ടുവന്നാണ് പിന്നെ ആംഗ്ലമാരെത്തത് അടച്ചു തീർക്കും, അവന്മാരത് അടച്ചു തീർത്തിട്ട് ചെയ്യും. ഇതിപ്പോ എന്റെ ആവശ്യത്തിന് അവിടെ ഞാൻ കൊണ്ടുവന്ന സാധനമല്ല, അവരുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ അവിടെ എടുത്തതല്ലേ. നോബീനെ കൊണ്ട് ഒപ്പിടിക്കേണ്ടതായിരുന്നു. ഇരിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളത് ചെയ്തില്ല, നമ്മുടെ ഗ്രൂപ്പിൽ ചെയ്തില്ല. അതിപ്പോ നമ്മുടെ വിളവ് പറ്റിപ്പോയി. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. നോബിന്ന് വന്നു കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പോയനായിരുന്നു. വന്നു കിട്ടിയിരുന്ന വരിയല്ല കൊണ്ട് അവിടെ നിൽക്കുമല്ലേ, വരിയല്ലോ. അപ്പൊ ഞാളാണേലും 1 മാസം അവധിക്ക് നാട്ടിന്റെ അടുത്ത് പോയി നിൽക്കുമല്ലേ 1 മാസം. എന്നിട്ട് പിന്നെ പുള്ളി തിരിച്ച് ജോലിക്ക് കയറുമല്ലേ. അങ്ങനെയല്ലേ പുള്ളി ചെയ്തത്. പുള്ളിയും വരുന്നില്ല, പുള്ളി ഞാൻ കയറ്റി വിടുകയും ചെയ്തു. പുള്ളി ഇപ്പൊ വരുന്നില്ലല്ലോ, നമ്മളെ ഇതാക്കാൻ വേണ്ടി നിൽക്കുമല്ലേ. അതിപ്പം ഞാൻ കേസ് കൊടുത്തിരുന്ന, കേസ് കൊടുത്തിപ്പം പോലീസുകാരും വെളുപ്പിക്കും. അല്ലാതെ ഇപ്പൊ ഒന്നും ചെയ്യാൻ, പുള്ളി വരാതെ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അടുത്ത മാസം അടുത്തത് വെച്ചേക്കുന്നേ. പുതിയ കേസ് ആകുമ്പോൾ വെച്ച് നീട്ടി വെക്കുള്ളെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പൊ നടക്കുന്നത്. അല്ലാതെ നമുക്കിപ്പം പോലീസുകാരുടെ ഇവിടെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കിട്ടിയല്ലോ. നമ്മളിപ്പം കോടതി വഴി പോയാലും നമുക്ക് അതിന്റെ എന്തെങ്കിലും കിട്ടുള്ളൂ. കോടതിയിലേക്ക് കൊടുത്താ? അത് കൊടുത്തല്ല, നമുക്ക് കിട്ടുമോ? അപ്പൊ ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാ? ഇപ്പൊ തൽക്കാലത്തേക്ക് പെട്ടെന്നൊന്നും കിട്ടുമെന്നില്ലല്ലോ, ഡൈവോഴ്സ് ആയി കിട്ടുമെന്നില്ലല്ലോ. എന്നാൽ ഇപ്പൊ ഒരു SBI ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്, ലൈഫ് ഇൻഷുറൻസ്. അതാണെങ്കിലും പുള്ളിയുടെ പേര്, എന്റെ പേരിൽ തുടങ്ങിയിരിക്കുന്നത്. പുള്ളി ഇപ്പൊ അടയ്ക്കുന്നില്ല, പുള്ളി മാറ്റി കൊടുക്കുവാണെങ്കിൽ പുള്ളി അടയ്ക്കാന്ന് പറഞ്ഞു. അതങ്ങനെ ഇട്ടേക്കുക. എന്താന്ന് വെച്ചാൽ ഞാനിപ്പോ അത് തോമസേട്ടനോട് വിളിച്ചു എന്നാ ചെയ്യുന്ന ഒരു വോയിസ് കുടുംബശ്രീയിലെ പൈസ തിരിച്ചടയ്ക്കുന്നതായിട്ട് സംബന്ധിച്ച് ഷൈനി കുടുംബശ്രീയിലുള്ള മറ്റൊരു അംഗത്തിനോട് സംസാരിക്കുന്നതാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ആരോടാ പറയുക? ഇനി ആരോടൊന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ശരിക്കും ഷൈനീൻ്റെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും ഷൈനീൻ്റെ സ്വന്തം വീട്ടുകാരെയും ഇതിനകത്ത് പ്രതി ചേർത്തിട്ട് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാം. എന്തായാലും പോയവർ പോയി. ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ജീവിതം എങ്ങനെയെങ്കിലും ഒരു കരക്കെത്തിക്കാൻ വേണ്ടിയിട്ട് 4 ഭാഗത്തുനിന്നും എല്ലാവരും കൂടെ ഇട്ട് വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും ആ മക്കളെയും കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. ഒടുക്കം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ആ മക്കളെ കൊണ്ട്, ആ മക്കൾ ട്രെയിനിൻ്റെ മുന്നിലേക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് പിടിച്ചു വലിച്ച് കൊണ്ടുവന്ന ആ രംഗമൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സാക്ഷിയുള്ള ആർക്കും കണ്ടു നിൽക്കാൻ പറ്റില്ല. കാണുന്ന നമുക്ക് തന്നെ ഇത്ര പ്രയാസമുണ്ട്. കാരണം ജീവിച്ച് തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ ആ കുട്ടികൾ. ജീവിതത്തിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് മരിക്കാൻ വേണ്ടിയിട്ട് പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് പോകുമ്പോൾ എന്തായാലും നമ്മൾ എന്താ പറയുക, കഴിഞ്ഞു പോയതിനെ പറ്റി നമ്മൾ കുറേ വായ്ത്താളടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവർക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത്രയും നമ്മൾ ചെയ്യുക. ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്ന ആൾക്കാർ, കേസിൻ്റെ പുറകെ നടക്കാൻ കഴിയുന്ന ആൾക്കാർ അത് ചെയ്യുക. അവർക്ക് വേണ്ടി ഒരു വാക്കെങ്കിൽ ഒരു വാക്ക് ശബ്ദിക്കാൻ കഴിയുന്ന ആൾക്കാർ അത് ചെയ്യുക. വീണ്ടും വീണ്ടും പറയുന്നത് ഷൈനിയുടെ സ്വന്തം വീട്ടുകാരും ഇതിൽ ഭർത്താവിനെ പോലെ തന്നെ, ഭർത്താവിൻ്റെ വീട്ടുകാരെ പോലെ തന്നെ ഒരേപോലെ പ്രതികളാണ്. അവരൊരിത്തിരി മനുഷ്യത്വം കാണിച്ചിരുന്നെങ്കിൽ, അവരൊരിച്ചിരി സഹതാപം കാണിച്ചിരുന്നെങ്കിൽ
സ്വന്തം മോളാണെന്നുള്ളൊരു പരിഗണന കാണിച്ച് ഭക്ഷണമെങ്കിലും കൊടുത്തിട്ട് ഇതിൻ്റെ വേറെ ഏതൊരു ന്യൂസിൽ കേട്ടു കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണത്തിന് വരെ ആ വീട്ടിൽ കണക്ക് പറയുന്നുണ്ടായിരുന്നു. അതൊന്നും സഹിക്കാൻ വയ്യാതെ ആയിരിക്കാം ഒരുപക്ഷെ. ഏതൊരമ്മയ്ക്കാണ് സഹിക്കുക? സ്വന്തമായിട്ടൊരു വരുമാനം ഇല്ലാണ്ട് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണത്തിന് വരെ കണക്ക് പറയാം. ഇത് കുറേയൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളും കൂടി ആയതുകൊണ്ടാണ് ഇത് പറയുമ്പോൾ നമ്മൾ ഇമോഷണലായി പോകുന്നത്. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവരും വീഡിയോ കണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാം.